നരേന്ദ്രമോദി എപ്പോഴും സംസാരിക്കുമ്പോൾ സൗമ്യനായി സംസാരിക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പ്രസംഗത്തിൽ പോലും അദ്ദേഹത്തെ വികാരപ്പെടുത്തുന്ന ഒരു പ്രസംഗം നാം കണ്ടിരുന്നു. അത് AI-യുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നടന്ന ഉച്ചകോടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ അഴിഞ്ഞാടിയത് സ്വന്തം രാജ്യത്തെ അപമാനിച്ചതായി നരേന്ദ്രമോദിക്ക് തന്നെ തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക്, പ്രധാനമന്ത്രിക്ക് തന്നെ തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കോൺഗ്രസ് എന്ന തലവേദനയെ കൊണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിന്റെ ലക്ഷ്യമല്ല, രാഹുൽ ഗാന്ധി ലക്ഷ്യമാണ്. നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ ഇതിൽ വലിച്ചഴിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ആ പാർട്ടിക്ക് ഒരു റോളുമില്ല. പക്ഷെ ആ പാർട്ടിയെ നയിക്കേണ്ട ഒരാളുണ്ട്, മല്ലികാർജുൻ ഖാഡ്ഗെ എന്ന് പറയുന്ന ACC പ്രസിഡന്റ്. പുള്ളിക്കൊന്നും അറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അദ്ദേഹത്തിനും വലിയ കാര്യമൊന്നുമില്ല. പണ്ട് മുതലേ ഈ പാർട്ടിക്ക് പ്രസിഡന്റ് ആരായിരുന്നാലും നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ പോലെ നെഹ്റു ഗാന്ധി കുടുംബമാണ്. സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം രാഹുലാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. പാർട്ടി എന്ത് ചെയ്യണം, എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അനുയായികളുണ്ട്. അവർ ഈ പറഞ്ഞതുപോലെ ചെവിയിൽ ഓതും, അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വിദേശത്ത് ചില നിർദ്ദേശങ്ങൾ കിട്ടും, രാജ്യത്തെ നാണം കെടുത്ത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയും, അദ്ദേഹം അനുസരിച്ച് പ്രവർത്തിക്കും. അതാണ് നമ്മൾ ഈ AI ഉച്ചകോടിയിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ഈ അമേരിക്ക അല്ലെങ്കിൽ ചില ഈ പറഞ്ഞതുപോലെ ചൈന പോലുള്ള രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഒരു AI ഇമ്പാക്ട് മീറ്റ് നടക്കുന്ന ഒരു സ്ഥലം പറയുന്നത് ഇന്ത്യയാണ്. 88 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ വന്നു. 500-ലേറെ CEO-മാർ, സുന്ദർ പിച്ചൈ അടക്കമുള്ള CEO-മാർ ഭാരതത്തിൽ വന്നു. നമ്മുടെ തന്നെ ഭാരതത്തിൻ്റെ സർവം AI എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം AI പ്ലാറ്റ്ഫോം എന്ന് അനാവരണം ചെയ്യപ്പെട്ടു. കോടിക്കണക്കിന് ഡോളറിൻ്റെ ധാരണാപത്രം ഒപ്പുവെച്ചപ്പെട്ടു. ബ്രസീലുമായിട്ട് നമ്മൾ വളരെ ഓപ്പണായിട്ടുള്ളൊരു സഹകരണം നമ്മൾ ഉറപ്പാക്കി. ഇങ്ങനെ രാജ്യത്തിന് വലിയ നേട്ടങ്ങളുണ്ടായ ഒരു സംഭവമായിരുന്നു 2 ദിവസമായിട്ട് ന്യൂഡൽഹിയിൽ ഭാരതമണ്ഡപം നടന്ന AI സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിലുള്ളൊരു സ്ഥലമല്ല. അതൊരു ഇൻ്റർനാഷണൽ മീറ്റ് നടക്കുന്നൊരു സ്ഥലമാണ്. ധാരാളം വിദേശീയരായിട്ടുള്ള സമൂഹം ബഹുമാനിക്കുന്ന, രാജ്യങ്ങൾ ബഹുമാനിക്കുന്ന ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ കയറ്റിവിട്ട് ഷട്ടൂരി അതിനകത്ത് പ്രതിഷേധിക്കാൻ പറഞ്ഞു വിട്ടത് രാഹുൽ ഗാന്ധിയുടെ മാത്രം തന്ത്രമായിരിക്കാനുള്ള സാധ്യത, മറ്റാരുടെയും ആകാനുള്ള സാധ്യതയില്ല. ഇത്തരം ഒരു ശ്രമം ലോക്സഭയ്ക്കകത്തും രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. നമ്മുടെ ബജറ്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ലോക്സഭയിൽ പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് കുറച്ച് പെണ്ണുങ്ങളെ വിട്ട് അട്ടാസാനത്ത് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ വാസ്തവം എന്ന് പറയുന്നത് അത് വലിയൊരു സ്പീക്കർ പൊളിക്കുകയായിരുന്നു. അതെ, അത് വലിയൊരു ഗൂഢാലോചനയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് 2 കോൺഗ്രസ് MP-മാര്, വനിതാ MP-മാര്, അതിൽ ഒരാൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റൊരാൾ തെലങ്കാനയിൽ നിന്നുള്ള 2 വനിതാ MP-മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു 10ഓളം വനിതാ MP-മാരെ ഈ പ്രധാനമന്ത്രിയുടെ സീറ്റിൽ, അദ്ദേഹത്തിന് അനുവദിച്ച സീറ്റിൽ ചുറ്റും ഇവർ വളഞ്ഞു നിൽക്കുകയും ഒരു വലിയൊരു ബാനർ, അതായത് ഫുൾ ഈ CCTV മൊത്തം മറയ്ക്കുന്ന രീതിയിലുള്ള വലിയൊരു ബാനർ അവർ കൈ പിടിച്ചിരുന്നു. അവിടെ വന്ന് അവർ മുദ്രാവാക്യം വിളിക്കുകയും മറ്റ് ഈ ട്രഷറി ബെഞ്ചിലുള്ള BJP MP-മാരോട്ടൊക്കെ തർക്കിക്കുകയും നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രധാനമന്ത്രി ചിലപ്പോൾ വന്നേക്കും. കാര്യം അദ്ദേഹം ഈ പറഞ്ഞാൽ ഇതിലൊന്നും വഴങ്ങുന്ന ആളല്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രി വരും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവർ ഈ സംഭവം ഇങ്ങനെ പൊക്കി പിടിക്കും, ഈ ബാനർ. അപ്പോൾ ഈ ബാനറിന് അപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് ക്യാമറയിൽ കാണാൻ കഴിയില്ല, എന്താണ് സംഭവിക്കുന്നത് ആരും കാണാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടിരിക്കുന്ന കുറച്ച് MP-മാർ, അവിടെ പുരുഷന്മാരാണ്, അത്ര MP-മാരുടെ പുരുഷന്മാരാണ് ആ ഭാഗത്ത്, BJP-യുടെ MP-മാർ വരും. അപ്പോൾ അതിനിടയ്ക്ക് ഈ പെണ്ണുങ്ങൾ അവിടെ നിന്നുകൊണ്ട് അവരുടെ ഈ ഉടുപ്പ് വലിച്ചു കീറുകയോ അല്ലെങ്കിൽ സാരി ഊരിക്കളയോ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യാനാണ് അവർ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തത്. ഇത് എങ്ങനെ സ്പീക്കറിന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗാങ്ങിൽപ്പെട്ട ഈ കോൺഗ്രസിൻ്റെ വനിതാ MP-യുടെ ഗാങ്ങിൽപ്പെട്ട ഒരു MP ശിവസേന MP-യോട്, അത് ഉദ്ധവിൻ്റെ ഗ്രൂപ്പിലാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവർ പറഞ്ഞത്. അത് പക്ഷേ ഷിൻഡയുടെ MP ആയിരുന്നു ആ സ്ത്രീ. അവരോട് ഈ പറഞ്ഞതല്ലേ നമുക്കിങ്ങനെ സമരം ചെയ്യണം, കൂടെ വരണം എന്നൊക്കെ അവർ പറഞ്ഞത്. ഈ സ്ത്രീ നമ്മുടെ ഓം ബിർളയെ, സ്പീക്കറിനെ വിവരം ധരിപ്പിച്ചു, ഞാനൊരു
ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് വിവരം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ എന്ത് ചെയ്തത്, പ്രധാനമന്ത്രിയെ വാൺ ചെയ്ത് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് വാൺ ചെയ്തു. അതിൽ ഒരാൾ ഈ ഒരു തമിഴ്നാട് MP, അവർ മുമ്പും ഈ പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ത്രീയാണ് കോൺഗ്രസിൻ്റെ. അവരെന്താ ചോദിച്ചാൽ ഈ പൗരത്വ പ്രതിഷേധം നടന്ന സമരത്തിൽ ഡൽഹിയിൽ വെച്ചിട്ട് ഇവർ പോലീസ് ആക്രമിച്ച ഒരു ബ്ലൗസ് അവർ തന്നെ വലിച്ചു കീറി ഒരു പ്രശ്നം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ CA സമരക്കാരത്ത്. വലിയ വിഷയമായ ഒരു കേസാണ്. ജ്യോതിമണി എന്നാണ് ആ സ്ത്രീയുടെ പേര്. അപ്പോൾ അവരായിരുന്നു ഈ ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നത്. മാത്രമല്ല ഒരു കോൺഗ്രസ് MP-യുടെ ആണ്, പുരുഷ MP ആണ് ഇതിൻ്റെ നേതൃത്വം കൊടുത്തത്. ഇവരവിടെ നിന്നുകൊണ്ട് ഈ ജ്യോതിമണി എല്ലാവരെയും വാന്ന് വിളിച്ചു കൂട്ടുന്നതൊക്കെ കൃത്യമായിട്ട് ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് സ്ത്രീകളുടെ ഷട്ടൂരി ഒന്നുകിൽ പ്രധാനമന്ത്രിയുടെ പേര് പറയുക, അല്ലെങ്കിൽ അവിടെയുള്ള പുരുഷ MP-മാർ ഇത് ചെയ്തു എന്നുള്ള പേര് പറയുക. അങ്ങനെ ലോകത്താകമാനം നരേന്ദ്രമോദിയെ നാറ്റിക്കുക. കാരണം ആ സമയത്ത് എപ്സ്റ്റൈൻ ഫയൽസിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടെന്ന് പറഞ്ഞ ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ വിദേശത്തുള്ളവർ ചിലപ്പോൾ സംശയം ചെയ്യും, ഇയാൾ ഇങ്ങനെ ഒരാളാണ് സംശയം ചെയ്യും. അപ്പോൾ അത് നല്ല രീതിയിൽ പൊളിഞ്ഞു പോയി ആ പരിപാടി. ഇദ്ദേഹം വിചാരിച്ച പോലെ സമയം നടന്നില്ല, മാത്രം നാണം കെടുകയും ചെയ്തു. അതുകൊണ്ടാണ് അതേമാതിരിയുള്ള ഒരു പ്രവർത്തനം ഇപ്രാവശ്യം അദ്ദേഹം AI-യുടെ മീറ്റിൽ കാണിച്ചത്. കുറെ യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകളെ കയറ്റി വിട്ടിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഷട്ടൂര്. പക്ഷെ അവിടെ കൃത്യമായിട്ട് മറുപടി ആര് കൊടുത്തു? നാട്ടുകാർ, അവിടെ പങ്കെടുക്കാമെന്ന സാധാരണക്കാരുടെ ആളുകൾ കൊടുത്ത് നല്ല അടി കൊടുത്ത് വിട്ടിട്ടുണ്ട്. തല്ലുകൊണ്ട് എല്ലാത്തിനും പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഉണ്ടായി. അപ്പോൾ ഇത് കാണിക്കുന്നത് മണിശങ്കർ അയ്യർ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ്സിൽ ഇപ്പോൾ രാഹുലിസമാണ് പോകുന്നത്. കോൺഗ്രസിസം എന്ന് പറഞ്ഞ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഇല്ല, അതിലുള്ള രാഹുലിസമാണ്. ഈ രാഹുലിസത്തിൽ നിയന്ത്രിക്കുന്ന ആരാണ്? ജോർജ് സോറോസാണ്. വിദേശ ഫണ്ട് വാങ്ങി നക്കുന്ന ഈ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന ജോർജ് സോറോസാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അയാളുടെ കയ്യിലെ ചരടിന്റെ നീക്കം അനുസരിച്ചിട്ട് ഇവിടെ ഇന്ത്യയിൽ ആടുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഇല്ലെങ്കിൽ ഏതെങ്കിലും തലയ്ക്ക് വെളിവുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്റർനാഷണൽ ഇവന്റ് കയറി ഈ വൃത്തിയോട് കാണിക്കും. എന്നിട്ട് ന്യായീകരിക്കാണ്. വൃത്തിയോട് കാണിച്ചത് പോട്ടെ, ശരി, അങ്ങനെ അറിഞ്ഞല്ല ഇത് ചെയ്തതെങ്കിൽ ഒരു മാപ്പ് രാജ്യത്തോട് പറയേണ്ടതല്ലേ, മോദിയോട് പറയേണ്ട. ഇവര് രാജ്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മോദിയുടെ പ്രവർത്തനങ്ങൾ കാണുന്നതാണ് കുഴപ്പം. നിങ്ങൾക്ക് ഒരു വ്യക്തി വിമർശിക്കാം, നമുക്ക് പ്രധാനമന്ത്രി വിമർശിക്കാം, ഭരണകൂടത്തെ വിമർശിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ട്, പ്രതിപക്ഷത്തിന് മാത്രം എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഇതിനടക്കമുണ്ട്. പക്ഷേ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദേശ പ്രതിനിധികളും CEO-മാർ വരുന്ന ഒരു യോഗത്തിൽ ഒരു തരത്തിലും ഇവരുടെ യഥാർത്ഥ സ്വഭാവം, കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവമാണ് ഇത്. തുണിയുരിഞ്ഞ് കാണിക്കുക എന്ന് പറയുന്ന ഈ സ്വഭാവം കാണിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു. അതിന് നാറിയതാരാ? മോദിയോ ഇന്ത്യയോ നാറിയില്ല. നാറിയെന്ന് പറയുന്ന ഈ പാർട്ടിയാണ്. ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി മാറിയല്ലോ എന്നാണ് ഇപ്പോൾ ലോകവും ഇന്ത്യക്കാരുടെ സംഭവം കാണുന്നത്. ആ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ടാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത് ഇന്ത്യ മുന്നണി നയിക്കാൻ ഇയാൾ യോഗ്യനില്ല എന്ന് പറയുന്ന കാരണം അതാണ്. അതൊരു തന്ത്രമാണ് ഇപ്പോൾ രാഹുലിന്റെ. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ അപമാനിക്കുന്നത് നാം പലതവണ കണ്ടിരുന്നു. ഇപ്പോൾ അത് രാജ്യത്തിനുള്ളിൽ ഈ പരിപാടി തുടങ്ങി. രാജ്യത്തിനുള്ളിൽ എന്നേ തുടങ്ങി, ഇന്നൊന്നേരം തുടങ്ങിയതല്ലോ, എന്നേ തുടങ്ങിയാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ടാണ് മോദി കഴിഞ്ഞ ദിവസം ശ്രീത്ത് പറഞ്ഞല്ലോ, അദ്ദേഹം ദേഷ്യപ്പെട്ടത്. വേറെ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ അദ്ദേഹം ഇതേമാതിരി ക്ഷോഭിച്ചു. അദ്ദേഹം പറഞ്ഞത് മെനയാന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ കസേരയാണ് ആവശ്യമെങ്കിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്ന കസേര ഇരിക്കുക, അല്ലാതെ ഈ തരികട പരിപാടിയിൽ കൂടി കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ യോജിച്ചല്ല അദ്ദേഹം തുറത്ത് പറയുകയും ചെയ്തു. ഈ നടക്കുന്ന ഓരോ സമയം അല്ലെങ്കിൽ നാളെ പ്രധാനമന്ത്രി അത് എന്ത് ചെയ്യും, സൂചിപ്പിക്കും. ആ ജനങ്ങളോട് പറയാണ്. അപ്പം കസേരയാണ് ഇദ്ദേഹത്തിന് പ്രധാനം, പവറാണ് പ്രധാനം. അപ്പം ഈ അധികാരത്തിന്റെ ആർത്തി മൂത്ത് ഭ്രാന്താവെന്ന് പറയില്ലേ, ജ്യോതി അതൊരു സിനിമ പറയും. അങ്ങനെ അധികാരത്തിന്റെ ആർത്തി മൂത്ത് ഭ്രാന്തായ ആളാണ് ഈ രാഹുൽ ഗാന്ധി എന്ന്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ഏഴാം കൂലിയായിട്ടുള്ള ഇത്തരം തരികിട പരിപാടികൾ കാണിച്ച് രാജ്യത്തെ പൊതുവിൽ അപമാനിക്കുന്നത്. ഇതിൽ അവമാനിക്കുന്നതിനപ്പുറം നമ്മുടെ രാജ്യത്തിന്റെ ഇമേജാണ് നഷ്ടപ്പെടുന്നത് ലോകത്തിന്റെ മുന്നിൽ. ഇന്ത്യക്കാരിങ്ങനെയാണ്, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി ഇങ്ങനെയാണോ എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇത് ഒരു കാര്യത്തിന് ഉറപ്പാക്കിയിട്ടുണ്ട്, ഇനി മേലിൽ ഇത്തരത്തിലുള്ള ഇവന്റുകൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ കടത്തെ സെക്യൂരിറ്റി ഇനി ഉണ്ടാകും എന്നുള്ള കാര്യം ഈ സംഭവത്തോടുകൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്താനുള്ള സ്ഥലമല്ലല്ലോ ഈ ഇത്തരം മീറ്റുകൾ എന്ന് പറയുന്നത്. അവിടെ സീരിയസ് ആയിട്ട് ബിസിനസ് നടക്കുന്നതാണ്, എഗ്രിമെന്റുകൾ ഒപ്പിടുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ പറഞ്ഞ യാതൊരു വെളുപ്പമില്ലാതെ ഈ കയറി ഈ വേല. കേരളത്തിലെങ്കിലും കോൺഗ്രസ്സുകാരിനെ പ്രതിഷേധിച്ചു ഈ കാണിച്ചത്. ഇവിടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ എന്തെങ്കിലും വേണ്ടിയോ? അല്ലെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ പെണ്ണുപിടിയായിട്ട് നടക്കുക, മറ്റവന്മാർ തുണി ഉരിയാണെങ്കിൽ ഇവിടെ ഇവർ ഉരിയുന്നത് വേറെ വലുതാണ്. ഈ വ്യത്യാസമാണ് ഈ പാർട്ടിക്കുള്ളത്. അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഈ പാർട്ടിയുടെ ഇമേജ് ഓരോ ദിവസവും നഷ്ടപ്പെട്ട് ജനങ്ങളുടെ മുന്നിൽ വെറുപ്പിന്റെ പാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കും.